Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. നമസ്കാരം, ഞാൻ രാജേഷ് പെരുങ്ങുഴി. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവിൻ്റെ ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, ഭൂമിയിലെ മാലാഖമാർക്ക് വേണ്ടി ഒരു ദിനം, നഴ്സസ് ഡേ. ബിഗ് ലവിലൂടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ബഹ്റിനിലെ ആതുര സേവന രംഗത്ത് 25 വർഷത്തിലേറെ കാലമായിട്ട് സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന 3 മാലാഖമാരാണ് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവിൻ്റെ കുഞ്ഞു ഫ്രെയിമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് എൻ്റെ പേര് മിനി മാത്യു പണിക്കർ. ഞാൻ കൊല്ലം ജില്ലയിലെ കുണ്ടറ എന്ന സ്ഥലത്താണ്. എൻ്റെ പേര് ഷൈനി മാത്യു പണിക്കർ. ഞാനും കൊല്ലം ജില്ലയിലെ കുണ്ടറ എന്ന സ്ഥലത്ത്. എൻ്റെ പേര് ഗ്രേസി മാത്യു പണിക്കർ. സെയിം കുണ്ടറ തന്നെയാണ് എൻ്റെ വീട്. ഇതിൽ മൂത്തയാളാരാണ്? ഞാനാണ്. ചേച്ചിയാണ്. രണ്ടാമത്തത്? മൂന്നാമത്തത്. ഒരു കുടുംബത്തിലെ 3 പേരും നഴ്സുമാരാണ് അല്ലേ? വളരെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. മാത്രവുമല്ല, ഒരു പ്രവാസ ലോകത്ത് ഏകദേശം 25 വർഷത്തിലേറെ കാലമായിട്ട് നഴ്സായിട്ട് ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഇങ്ങനൊരു ഫാമിലി ചിലപ്പോൾ വേൾഡിൽ തന്നെ ഉണ്ടായെന്ന് വരത്തില്ല അല്ലേ? ഞാൻ ആദ്യമായിട്ട് ചോദിക്കണേ, നിങ്ങൾ 3 പേരും എന്തുകൊണ്ടാണ് ഈ നഴ്സിംഗ് ഫീൽഡിലോട്ട് കടന്നു വന്നത്? അതായത് എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങളെ ഒരു നേഴ്സാക്കുക എന്നുള്ളത്. എന്നെ അത് ഞങ്ങൾ 3 പേരെന്ന് പറഞ്ഞാൽ 2 വയസ്സിൻ്റെ വീതം വ്യത്യാസമുള്ളവരാണ്. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. 3 പേരേ ഉള്ളൂ. 3 പെൺപിള്ളേരാണ്. അപ്പം ഒരു ജോലി സമ്പാദിച്ച് തൻ്റെ മക്കള് സ്വന്തം കാലയിലൊന്ന് നിൽക്കണം എന്നുള്ള, അവരെ ഒന്ന് പഠിപ്പിച്ചൊരു നേഴ്സാക്കണം എന്നുള്ളത്, മറ്റുള്ളവർക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന നല്ല മക്കളാക്കി തീർക്കാനായിട്ടാണ് എൻ്റെ പേരൻസ് ഞങ്ങളെ ഇങ്ങനെ ആക്കി തീർത്തത്. അങ്ങനെയാണ് ഞങ്ങളെ നേഴ്സിംഗ് ഫീൽഡിലോട്ട് വിട്ടത്. അല്ല, അവരുടെ ആഗ്രഹം നിങ്ങൾ 100% അങ്ങ് സാധിച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും. അല്ല, വേറെ ഒരു ഫീൽഡിലോട്ടും ചിന്തിച്ചില്ല? ഇല്ല. ഞാൻ വിചാരിച്ചു മിനി ചേച്ചിയൊക്കെ ഒരു പോലീസിലോ അങ്ങനെയുള്ള ഏതിലെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയിട്ടുള്ള പൊക്കവും തടിയൊക്കെ ഉള്ളൊരു ആളാണ്. പലരും പറഞ്ഞു പോലീസിൽ പോകാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് മറ്റേ എയർ ഹോസ്റ്റസ് ആയിട്ട് വിടണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബന്ധുക്കളും അയൽക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നാലും എൻ്റെ മനസ്സിൽ നേഴ്സിങ്, മറ്റുള്ളവരെ സഹായിക്കുക, ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ നേഴ്സിംഗ് ഫീൽഡ് തിരഞ്ഞെടുത്തത്. ചേച്ചി പഠിച്ചു കഴിഞ്ഞാണ് ഞാൻ നഴ്സിംഗ് ഫീൽഡിലോട്ട് പോകുന്നത്. ആതുര സേവന രംഗത്ത് എനിക്ക് ഇതുപോലെ ഭയങ്കര താല്പര്യമായിരുന്നു. ഈ രോഗികളെ ശുശ്രൂഷിക്കുന്നതും പിന്നെ അവർക്ക് വേണ്ടുന്ന കെയർ കൊടുക്കുന്നതും പിന്നെ നമ്മുടെ സമയം അവർക്ക് വേണ്ടി ചിലവഴിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത് ഞങ്ങൾ കളിക്കുമ്പോഴൊക്കെയും കൂടുതൽ ഒരു നേഴ്സായിട്ട് ഒരാൾ എപ്പോഴും ഞങ്ങൾ ആ കളിക്കുന്ന കൂട്ടത്തിൽ ഒരുങ്ങും. നേഴ്സിൻ്റെ വേഷം എന്തെങ്കിലും ഒരു കോട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ട് പിന്നെ സ്റ്റെതസ്കോപ്പിന് പകരം പണ്ടത്തെ ആ ഒരു എന്താ പറയണ്ടേ, കപ്പയുടെ ആ ഒരു കമ്പൊക്കെ ഒടിച്ചിട്ടിങ്ങനെ സ്റ്റെതസ്കോപ്പ് പോലെയൊക്കെ ആക്കിയിട്ട് ഒരു ആൾ നേഴ്സായിരിക്കും. എന്നിട്ട് രോഗിയെ കൊണ്ട് ആരെങ്കിലും അവിടെ വരുമ്പോൾ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നതും ഇഞ്ചക്ഷൻ കൊടുക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ പിന്നെ വലുതായപ്പോഴും അത് ഞങ്ങൾ അങ്ങ് വളർത്തിക്കൊണ്ട് വന്നു. പിന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് തന്നെ ഇപ്പോഴും ഞാനത് ആസ്വദിച്ച് തന്നെ ചെയ്യുന്നു. ജീവിതത്തിൽ 10-20 വർഷം പിന്നിട്ടു.
വളരെ സന്തോഷകരമായി പോകുന്നു. ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ആദ്യം വർക്ക് ചെയ്തത് പഞ്ചാബിലാണ്. പഠിച്ചിറങ്ങിയ ഉടനെ വർക്ക് ചെയ്തത് പഞ്ചാബിലാണ്. പഞ്ചാബിലെ ICU തന്നെയാണ് വർക്ക് ചെയ്തത്. ഒരുപാട് രോഗികളെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം കിട്ടി. അത് കഴിഞ്ഞിട്ട് സൗദി അറേബ്യയിൽ മിനിസ്ട്രി ജോലി കിട്ടി. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മിനിസ്ട്രി ജോലി കിട്ടി. ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് അവിടെ പോയത്. അവിടെ പോയി 3 വർഷം അവിടെ ജോലി ചെയ്തു. 3 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ഫാമിലിയെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചപ്പോൾ അവിടെ ഫാമിലി അലൗഡ് അല്ല. അപ്പോൾ പിന്നെ മിനിസ്ട്രി നല്ല സാലറി ഉണ്ട്, നല്ല ഹോസ്പിറ്റലാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആണ്. പക്ഷേ ഈ ഫാമിലി മാത്രം അലൗഡ് അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തിട്ട് അപ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ ബഹ്റൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു ഞങ്ങൾക്കൊരു ചാൻസ് ഈ ബഹ്റൈനിൽ നല്ലൊരു കൺട്രിയാണ്. നോക്കിയപ്പോൾ പിന്നെ മലയാളികളൊക്കെ ഒരുപാടുണ്ട്, അതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യമുള്ളൊരു GCC കൺട്രി പോലെ തോന്നി. അങ്ങനെ ചേച്ചി ട്രൈ ചെയ്തിട്ട് ആ ഒരു ചേച്ചി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ എനിക്കൊരു വിസ ലഭിക്കാൻ സഹായിച്ചു. അങ്ങനെ ഞാൻ ആദ്യം കടന്നു വന്നു ഒരു 1 ഇയറിനകം എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുവന്നു. വിത്തിൻ 2 ഇയർ മക്കളെ കൊണ്ടുവന്നു. ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ഹോസ്പിറ്റൽ ഏതാണ്? ഡെർമറ്റോളജി ഹോസ്പിറ്റലാണ്. ഡോക്ടർ സമീറ അൽ മത്രൂക്ക് എന്ന് പറയും. 2 ഹോസ്പിറ്റലുണ്ട്. ഒന്ന് സിഞ്ചിലും ഒന്ന് അമ്മാജിലുമാണ്. 2 മാറിയും തിരിഞ്ഞ് ജോലി ചെയ്യുന്നുണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ജോലി, ടെൻഷൻ ഇല്ല, പിന്നെ നൈറ്റ് ഡ്യൂട്ടി ഇല്ല. മിനിസ്ട്രിയിലൊക്കെ കിട്ടിയതാണ്, എന്നിട്ടും ഞങ്ങൾ പോകാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഡോക്ടറുടെ ഒരു ഇതാണ്. ഡോക്ടർക്ക് ഞങ്ങളെ വലിയ താല്പര്യമാണ്. എനിക്ക് ലൈസൻസൊക്കെ എടുത്തു തന്നത് ഡോക്ടറാണ് ഞാൻ വന്നപ്പോൾ. അപ്പം ഡോക്ടറുടെ ഇഷ്ടപ്രകാരം ഞാൻ പിന്നെ മിനിസ്ട്രിയിലൊക്കെ എനിക്ക് സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ കിട്ടി, മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ കിട്ടി. അപ്പോഴെല്ലാം ഡോക്ടർ പറഞ്ഞ് ഇവിടെ തന്നെ നിന്നോളൂ, നിങ്ങൾക്ക് ലൈസൻസ് എല്ലാം ഞാൻ ശരിയാക്കി തരാം, മിനിസ്ട്രിയുടെ സാലറിയും തരാം എന്നൊക്കെ പറഞ്ഞാണ് ഡോക്ടർ. എൻ്റെ ഒരു ചേട്ടത്തിയെ പോലെയാണ് ആ ഡോക്ടർ. ഞങ്ങൾ അതുമല്ല അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും എൻ്റെ ഒരു സഹോദരങ്ങളെ പോലെ തന്നെയാണ്. വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഞാനും BDF വർക്ക് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 10 ഇയേഴ്സായി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താണ് വന്നത്. ചേച്ചിമാരൊക്കെ ഇവിടെ ആയതുകൊണ്ട് സന്തോഷത്തോടെയാണ് നാട്ടിൽ നിന്ന് വന്ന് എൻ്റെ ഫാമിലിയെ കൊണ്ടുവന്നു സന്തോഷത്തോടെ. കൊറോണ ടൈമൊക്കെ ആയപ്പം ഭയങ്കര പീക്ക് ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, ഡ്യൂട്ടി ടൈമൊക്കെ. അങ്ങനെ ഫാമിലി ഫുള്ളായിട്ട് നാട്ടിൽ വിട്ടു, ഞാൻ മാത്രം ഇവിടെയായി. പിന്നെ ഹസ്ബൻഡിന് തിരിച്ചു വരാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് എൻ്റെ കെട്ടിച്ചത് കോട്ടയം കുമരകത്താണ്. ഞങ്ങൾക്ക് ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്, ഒരു ബിസിനസ്സൊക്കെ ആയിട്ട് പോകുന്നു. പുള്ളിക്കാരൻ അതൊക്കെ നോക്കി നടത്തുന്നു. പിന്നെ മോളിപ്പോൾ BSc നഴ്സിങ്ങിന് ഇപ്പോൾ ഫസ്റ്റ് ഇയർ കയറി. മോളെ കൊണ്ടുവന്ന്. മോന് ഇപ്പം +1 ഇപ്പോൾ ഇന്ത്യൻ സ്കൂളിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെ ഉണ്ട്. മോനെ ഞാൻ തിരിച്ചും കൊണ്ടുപോകുന്നു. പിന്നെ ഇപ്പോൾ BDF ഞാൻ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 10 ഇയേഴ്സ് കഴിഞ്ഞു. ബഹ്റൈനിൽ വന്നിട്ട് ഇപ്പോഴും സ്റ്റിൽ 21 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. സൗദിയിൽ ഞാൻ വർക്ക് ചെയ്തു ചേച്ചിയുടെ കൂടെ. ചേച്ചി പറഞ്ഞല്ലോ ഓൾറെഡി. ഒരു 3 ഇയേഴ്സ് സൗദിയിൽ വർക്ക് ചെയ്തു. പിന്നെ നാട്ടിൽ അടൂർ ലൈഫ് ലൈനിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകുന്നു, സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. ഫാമിലിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരുടെയും പേര് മെൻഷൻ ചെയ്തില്ല. ഓക്കെ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് റോയ് മാത്യു, ഇൻ്റർകോളിൽ വർക്ക് ചെയ്യുന്നു. മോള് മെറിൻ റോയ്, അവൾ MBA ഫിനാൻസ് കഴിഞ്ഞു. ഇവിടെയായിരുന്നു പഠിച്ചത്, ഇന്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് നാട്ടിൽ പോയി BCom കഴിഞ്ഞു, MBA ഫിനാൻസും കഴിഞ്ഞു. ഇപ്പോൾ അവൾ ഇവിടെ റാങ്ക് ഹോൾഡറാണ്. അതെ. അവള് ഇവിടെ വന്നു. ഇപ്പം നമ്മുടെ പരിചയത്തിലുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അതാണ് എൻ്റെ ഫാമിലിയെ പറ്റിയുള്ള. മോന് 12ാം ക്ലാസ്സിൽ അവൻ ഫുട്ബോൾ പ്ലെയറാണ്. അപ്പം ഇവിടെ ഒരു ക്ലബ്ബ് വന്ന് അവനെ സെലക്ട് ചെയ്ത് അങ്ങനെ അവൻ നാട്ടിൽ മംഗലാപുരത്തെ FC മാംഗ്ലൂരിൽ ഒരു ക്ലബിന് വേണ്ടി കളിക്കുന്നു. അവിടെ തന്നെ എനാപ്പോയയിൽ അവൻ പഠിക്കുന്നു, കോളേജിൽ. എൻ്റെ ഫാമിലി ഹസ്ബൻഡ് ബിനു ജോൺ, പത്തനംതിട്ട കൈപ്പട്ടൂരാണ്. ഹസ്ബൻഡ് ഇവിടെ അൽമോയിദിൽ വർക്ക് ചെയ്യുന്നു, AC സെക്ഷനിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. മോള് ഇവിടെ +2 വരെ പഠിച്ചു. ഇപ്പം നാട്ടിൽ പോയി നഴ്സിങ്ങിന് ചേർന്നു, AJയിൽ, മംഗലാപുരം AJയിൽ. ഞങ്ങളുടെ അതേ സെയിം ഫീൽഡിൽ തന്നെ പോയി. പിന്നെ ഇപ്പോൾ 3rd ഇയർ. മോൻ എൻ്റെ കൂടെ ഇവിടെയുണ്ട്, ഇന്ത്യൻ സ്കൂളിൽ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഹാപ്പി ലൈഫ്, കുഴപ്പങ്ങളൊന്നുമില്ല, സന്തോഷം, സുഖം. അതിന്റെ ബിനിച്ചേച്ചിയുടെ മോള് മാത്രം ഈ ഫീൽഡ് മാറി
MBAയിലോട്ട് പോയി? എന്താ? ഞാൻ പറഞ്ഞായിരുന്നു നേഴ്സിങ്ങിന് പോകാൻ പറഞ്ഞു. അപ്പം മോള് പറഞ്ഞു എനിക്ക് നേഴ്സിങ് വേണ്ട അമ്മേ, ഞാൻ അവള് മാത്സിനോടൊക്കെ അവൾക്ക് ഇച്ചിരി താല്പര്യമുള്ള ഇതാണ്. അപ്പം ഞാൻ പിന്നെ കുഞ്ഞുങ്ങളെ നിർബന്ധിക്കത്തില്ല, ഞാനും അച്ഛനും ഹസ്ബൻഡും നിർബന്ധിക്കില്ല, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ പഠിക്കട്ടെ എന്നുള്ള ഇതിൽ വിട്ടതാണ്. അങ്ങനെയാണ് മോളും മോനും ആ ഒരു ഇതിൽ തിരഞ്ഞെടുത്തത്. ശരി. നിങ്ങളിപ്പോൾ 3 പേരും ബഹ്റിനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, 3 പേരും ഹോസ്പിറ്റൽ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ 3 പേരും ഈ ഒരു പ്രവാസ ലോകത്ത് ഇങ്ങനെ ഹോസ്പിറ്റൽ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മാറ്റങ്ങളുണ്ടായ സമയമാണ് ബഹ്റിൻ. ഞാൻ വന്നത് 1999 ഒരു ഡിസംബർ മാസമാണ്. ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് ഞാൻ വന്നത് ബഹ്റിനിൽ. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ലൈസൻസ് ഇല്ല, ഒന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ ആദ്യം പോയത് പ്രൈവറ്റ് ഡ്യൂട്ടിക്കാണ്. കാരണം എനിക്ക് വെറുതെ ജോലിയില്ലാതെ നിൽക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അപ്പം പ്രൈവറ്റ് ഡ്യൂട്ടിക്ക് പോയി ഒരു ഷെയ്ഖയുടെ വീട്ടിലാണ് പോയത്, ഒരു പ്രായമായ ഒരു അമ്മയെ ശുശ്രൂഷിക്കാനായിട്ട്. അത് കഴിഞ്ഞപ്പം അവിടെ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ട്രാൻസ്പോർട്ടിന് വേണ്ടി അവരുടെ വണ്ടി വന്ന് എന്നെ കൊണ്ടുപോകും. അപ്പോൾ ട്രാൻസ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്ത് അതിലേക്കൂടെ ഒരു നേഴ്സ് എന്നും പോകും, എന്നെ ശ്രദ്ധിക്കാറുണ്ട്. ആ കുട്ടി എന്നെ ശ്രദ്ധിച്ചിട്ട് എന്നോട് വന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പം ബീനയെന്നാണ് അവിടെ പേര്. അപ്പോൾ അവൾ ഇപ്പോൾ ഫിനിഷ് ചെയ്ത് പോവുക, അപ്പോൾ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം എവിടെയാണ് നാട്, എവിടെയാണ് വീട്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, കാരണം ഞാൻ ആ യൂണിഫോമിലൊക്കെ ആയതുകൊണ്ടായിരിക്കും എന്നോട് അങ്ങനെ ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഞാൻ പ്രൈവറ്റ് ഡ്യൂട്ടിക്ക് പോകുകയെന്നൊക്കെ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞു മിനിയുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് തരണം, ഞാൻ ഞങ്ങളുടെ ഡോക്ടറോടൊന്ന് ചോദിച്ചിട്ട് മിനിക്ക് ഓഫർ ലെറ്റർ കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവരുടെ ഡോക്ടറുടെ അടുക്കെ കൊണ്ടുപോയി ഡോക്ടറുടെ ഓഫർ ലെറ്റർ മേടിച്ച് തന്നു. എനിക്ക് വിത്തിൻ 1 ഇയർ എനിക്ക് ലൈസൻസ് ആയി കിട്ടി. അതൊക്കെ ദൈവത്തിൻ്റെ എനിക്ക് അത്ഭുതകരമായിട്ട് സംഭവിച്ചൊരു കാര്യം പോലെ എനിക്കതൊക്കെ തോന്നുന്നത്. പിന്നെയാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നിടത്തോട്ട് കയറിയതൊക്കെ. നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും 3 പേരും നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഗുണങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മാനസികമായ ടെൻഷൻ അനുഭവിക്കേണ്ട സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു ഫീൽഡിലുള്ളതായതുകൊണ്ട് പിന്നെ നമുക്കതൊക്കെ ടോളറേറ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് സന്തോഷമുണ്ട്. ഓരോ പേഷ്യൻറ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് വിടുമ്പോഴും അവരുടെ ഹാപ്പിനെസ്, അവർ നമുക്ക് തരുന്നൊരു റിപ്ലൈ, അവരുടെ ആ ഒരു സന്തോഷം, അവരുടെ പ്രാർത്ഥന, സന്തോഷം, അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു എനർജി തരുന്നത്, നമുക്ക് ഈ ഒരു ഫീൽഡിൽ മുന്നോട്ട് വർക്ക് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. പിന്നെ അതുപോലെ കൂടുതൽ സഫർ ചെയ്യുന്നത് ഗ്രേസിയാണ്. ടിസ്സി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. കോവിഡ് സമയത്തൊക്കെ ഒരുപാട് അവർ സഫർ ചെയ്തു. ഞങ്ങൾക്ക് പിന്നെ അത്രയ്ക്ക് കോവിഡ് സമയത്ത് ഡ്യൂട്ടി ഇല്ലായിരുന്നു. ഞാനൊക്കെ എന്ന് വെച്ചാൽ പഠിച്ചിറങ്ങിയ ടൈമിൽ എനിക്ക് ആദ്യം കിട്ടിയത്, ഞങ്ങൾ തിരുപ്പതിയിലാണ് പഠിച്ചത്. തിരുപ്പതി മെറ്റേണിറ്റി ഹോസ്പിറ്റലിലാണ് എനിക്ക് ആദ്യം ഡ്യൂട്ടി കിട്ടിയത്. അപ്പം ഈ ജനിച്ച കുഞ്ഞുങ്ങളുടെ ആ കരച്ചിൽ, ഒരു നേഴ്സാണ് ആദ്യം ഒരു കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്നത്. അവരുടെ മാതാപിതാക്കൾ കാണുന്നതിന് മുന്നേ കാണുന്നത് ഒരു നേഴ്സ് ഡോക്ടറുമാണ്. അപ്പോൾ ആ ചില കുഞ്ഞുങ്ങളൊന്നും കരയാതെയാണ് അവർ നമുക്ക് കയ്യിലോട്ട് കിട്ടുന്നത്, പെട്ടെന്ന് കരയാതെ കിട്ടും. അപ്പോഴത്തേക്കും നമ്മുടെ മനസ്സൊന്ന് പെട്ടെന്ന് പിടയ്ക്കും. കുഞ്ഞുങ്ങളൊന്ന് കരഞ്ഞു കിട്ടിയാൽ മതി. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ ഇതും കൊടുത്ത് കുഞ്ഞുങ്ങളെ ഒന്ന് കരയിച്ചെടുക്കും. പെട്ടെന്ന് ആ കുഞ്ഞ് കരയുമ്പോൾ ആ കരഞ്ഞ കുഞ്ഞിനെ അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അതൊക്കെ ഒത്തിരിയും മറക്കാനാവാത്ത കുറേ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ആദ്യം വർക്ക് ചെയ്തെടുത്തെന്ന് പറഞ്ഞാൽ തിരുപ്പതിയിലായതുകൊണ്ട് തന്നെ ആക്സിഡൻറ്റ് കേസുകൾ കൂടുതൽ വന്നിട്ടുണ്ട്. മനസ്സിന് ഭയങ്കരമായിട്ട് ഒരിക്കലും ചില രാത്രികളിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ സ്റ്റുഡൻസിനെ അവർ ഡ്യൂട്ടിക്ക് ഇടുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു കുഞ്ഞിനെ ആക്സിഡൻ്റായിട്ട് കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ ബോഡി കാണാനില്ല. കുഞ്ഞിൻ്റെ ഈ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഒരുമാതിരി അങ്ങ് ഇതായി. പിന്നെ അതൊക്കെയെന്ന് വെച്ചാൽ ഈ പഠിച്ചു കഴിഞ്ഞ സമയത്തായതുകൊണ്ട് അതൊക്കെ മനസ്സിന് ഭയങ്കര ടെൻഷനായിരുന്നു. അന്നൊക്കെ ആലോചിച്ചു ഈ ഫീൽഡ് മാനസികമായിട്ടുള്ള ആ ടെൻഷൻ ഇതൊക്കെ കാണണ്ടായോ എന്നുള്ളൊരു. അതേപോലെ തന്നെ മോർച്ചറികളിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളെല്ലാം മോർച്ചറിയിലൊക്കെ എല്ലാ പോസ്റ്റ്മോർട്ടം എല്ലാം കണ്ടാണ് ഞങ്ങൾ ഓരോ മരണങ്ങളും ഒക്കെ. അപ്പോൾ പിന്നെ ഇതെല്ലാം
ദൈവനിശ്ചയമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളെ ദൈവം ഇതിനായിരിക്കും, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനാണ് എന്നുള്ള ഇതിൽ നല്ല ബോൾഡായിട്ട് അതുകൊണ്ടാണ് ബേർണി വന്നിട്ട് എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം അനുഗ്രഹങ്ങൾ തന്നത്. ഇപ്പോൾ മിനി ചേച്ചി ഓർത്തെടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും പഠിക്കുന്ന സമയത്ത്. നമ്മൾ ഏതൊരു എത്ര ഏജ് ആയിക്കഴിഞ്ഞാലും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏത് കാര്യം ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് അത് നമ്മുടെ മനസ്സിലോട്ട് ഓർമ്മ വരും അല്ലേ. അപ്പോൾ നിങ്ങൾ നഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഓർമ്മകൾ? ഞാൻ പഠിക്കുന്ന സമയത്ത് ചിറ്റൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഇട്ടിരുന്നത്. അപ്പോൾ ഒരു ഈവനിങ് ഡ്യൂട്ടിക്ക് ഒരു റെയിൽവേ ക്രോസിൽ ഒരു അമ്മയും കുഞ്ഞും കൂടെ ചാടി. അമ്മ മരിച്ചു, സ്പോട്ട് ഡെത്തായി. കുഞ്ഞ് തെറിച്ചുപോയി, പക്ഷെ കാല് അറ്റുപോയി. അപ്പോൾ കണ്ടു നിന്ന ആരാണ്ട് ഈ കാല് എങ്ങനെയോ സെർച്ച് ചെയ്ത് എടുത്തിട്ട് അതൊരു നോമസലയിനകത്തോ എങ്ങനെയോ ഒരു കാർട്ടണിനകത്താക്കി ആ കുഞ്ഞിനെയും കൊണ്ട് വന്നു. കുഞ്ഞ് ഭയങ്കര കരച്ചിൽ, ബോധമുണ്ട്, കുഞ്ഞിന് വേറെ ക്ഷതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കാലിൻ്റെ താഴേന്ന് മൊത്തം അറ്റുപോയേക്കുക, ഇങ്ങനെ ആടുക. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു എമർജൻസിയിൽ കൊണ്ടുവന്നിട്ട് ഈ കുഞ്ഞങ്ങ് ഭയങ്കര കരച്ചിൽ, കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ ഒരു വഴിയില്ല. അമ്മ മരിച്ചുപോയി, എന്തോ ഫാമിലി പ്രോബ്ലംസ് ആയിട്ട് സൂയിസൈഡ് ചെയ്തത്. അങ്ങനെ ആ കാല് കൊണ്ടുവന്നത് പെട്ടെന്ന് തന്നെ നോമസലയിനകത്തിട്ട് OT-യിൽ ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാനായിട്ട് പിന്നെ ഗ്ലൂക്കോസിൻ്റെ വെള്ളം കലക്കിയിട്ട് കുഞ്ഞിന് ഫിൽറ്ററിനകത്ത് കൊടുത്ത് അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസാണ്, ഒന്നും അറിയത്തില്ല, ചെല്ലുന്ന സമയമല്ലേ, പഠിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിൽ ഭയങ്കര വിഷമമായിപ്പോയി. ഇതെല്ലാം കാണണോ, ഈ കുഞ്ഞിനെ എന്തിനാ അതോ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ പെട്ടെന്ന് OT-യിൽ ഷിഫ്റ്റ് ചെയ്ത് കുഞ്ഞിൻ്റെ സർജറി അന്നേരം തന്നെ ചെയ്തു, കാല് വെച്ച് പിടിപ്പിച്ചു. കാരണം ഇത്ര മണിക്കൂറുകൾക്കകം അവർ അത് കൊണ്ടുവന്നത് കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചു. പിന്നീട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ആ കൊച്ചിനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ കണ്ടു. കുഞ്ഞ് റിക്കവറിയായി, കുഞ്ഞിൻ്റെ റിലേറ്റീവ്സ് വന്നു. ആ കുഞ്ഞിനെ അവിടുന്ന് ഡിസ്ചാർജായി, വിത്തിൻ 3 months ഡിസ്ചാർജായി പോയി. അപ്പോൾ ആ പോയപ്പോഴൊക്കെ ഭയങ്കര സന്തോഷം തോന്നിയത്. മരിച്ചു പോകേണ്ട കുഞ്ഞായിരുന്നു, പക്ഷേങ്കിൽ ആ കാല് കൊണ്ടുവന്ന ആ വ്യക്തിയെ പിന്നെ കണ്ടിട്ടില്ല. ആരോ കണ്ട ഒരു മനുഷ്യൻ അത് കൊണ്ടുവന്നത്. ആ കുഞ്ഞിന് വളരെ കുഴപ്പമൊന്നുമില്ലാതെ ഇവിടുന്ന് ഡിസ്ചാർജായിപ്പോയി. പക്ഷേ അതിൻ്റെ മാതാവിനെ നഷ്ടപ്പെട്ടു. അതുപോലെ സൗദി ജോലി ചെയ്യുമ്പോഴും ഞങ്ങൾ ഹോസ്റ്റലും മിനിസ്ട്രി ഹോസ്പിറ്റലും അടുത്തടുത്താണ്. ഒരു ദിവസം ഹോസ്റ്റലിൽ ഞങ്ങൾ 3rd ഫ്ലോറിലാണ് താമസിക്കുന്നത്. 2nd ഫ്ലോറിൽ ലാമ്പ് കത്തിച്ച് വെച്ചിരുന്നിട്ട് ഉറങ്ങുമായിരുന്നു. പിള്ളേർ ഉറങ്ങി, ലൈറ്റ് ലാമ്പ് ഇങ്ങനെ രാത്രിയിൽ കത്തിച്ച് വെക്കുന്ന ലാമ്പാണ്. ആ ലാമ്പിൽ നിന്ന് തീ പടർന്നിട്ട് ആ റൂം മുഴുവനും പുകയായി, എക്സോസ്റ്റായി. അപ്പോൾ ഈ പുക വരുന്ന കണ്ടുകൊണ്ട് ഉറങ്ങാത്ത അപ്പുറത്തെ റൂമിൽ ആൾക്കാരെല്ലാം ബഹളം ഉണ്ടാക്കി. ഈ ഫയർ ഇവിടെ നമുക്ക് ഫയർ വന്നു കഴിഞ്ഞാൽ മൊത്തം ഹോസ്പിറ്റലും ഫയർ അലാം അടിക്കുന്നുണ്ട്. ആൾക്കാരെല്ലാം ഹോസ്റ്റലിലുള്ള പിള്ളേരെല്ലാം ഓടി അവരവരുടെ സാധനങ്ങളെടുത്ത് വെക്കേറ്റ് ചെയ്യുക, റൂം വെക്കേറ്റ് ചെയ്യുക, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക. പക്ഷേങ്കിൽ ബാക്കി ഉറങ്ങുന്ന ഒരുപാട് പിള്ളേരുണ്ട്, ഒരുപാട് സ്റ്റാഫുണ്ട് അതിനകത്ത്. അപ്പോൾ ഞങ്ങൾ കൂട്ടത്തിൽ ഓടി. ഞങ്ങളുടെ സാധനങ്ങളൊന്നും ഞങ്ങൾ എടുത്തില്ല. ഞങ്ങൾ എന്ത് കാര്യമെന്ന് അറിയാൻ വേണ്ടി 2nd ഫ്ലോറിൽ ചെന്ന് ലിഫ്റ്റൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഓടി ചെന്നപ്പോൾ ഇതുപോലെ റൂം മൊത്തം പുകയാണ്. ആ പുക മേളിലോട്ട് പടർന്ന് ഞങ്ങളുടെയൊക്കെ ഫ്ലാറ്റിലോട്ട് വരിക. അപ്പോൾ പെട്ടെന്നൊരു ബുദ്ധി തോന്നി, ഞങ്ങൾക്ക് അവിടെ ക്ലാസ് എടുക്കും, ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എല്ലാ മാസവും ഉണ്ട്. അപ്പോൾ ഗ്രേസിക്ക് അന്നേരം ഒരു ബുദ്ധി തോന്നി, പോയ വഴിക്ക് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് ഓടിച്ചെന്നിട്ട് എവിടെയാണോ പുക കാണുന്നത് അവിടെ എല്ലാം അടിച്ച് അതിൻ്റെ പുറമെ ഞാനും ഫയർ എക്സ്റ്റിംഗ്വിഷർ പോയ വഴിക്കെല്ലാം ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ചിട്ടുണ്ട് അവർ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. ഞാനും എടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടും മാറിയും തിരിഞ്ഞും അടിച്ച് ഫയർ എന്തായാലും കെട്ടു. ആ ഫയർ അലാം എല്ലാം നിന്നു. അങ്ങനെ വലിയൊരു അപകടത്തേക്ക് അപ്പോഴത്തേക്ക് ഓടി വന്ന് അപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരെയും വിളിച്ചെടുത്തി. കുറേ പേരുണ്ടായിരുന്നവരെല്ലാം പോയി ഡോറൊക്കെ മുട്ടി, കൂടുണ്ടായിരുന്നവരൊക്കെ വിളിച്ചെടുത്തി. അപ്പോഴത്തേക്ക് ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. ഞങ്ങളുടെ അവസരോചിതമായ ഒരു പ്രവൃത്തി. അന്ന് നൈറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന സമയം തോന്നുന്നു. പിന്നെ ഒരു 11-12 മണിയൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങാനായിട്ട് കിടന്നായിരുന്നു ആ ടൈമിങ്. അതിൽ വലിയൊരു സന്തോഷം ചെയ്യാൻ പറ്റും. അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ എക്സ്പീരിയൻസുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി നമ്മളെ നയിക്കുന്നത്. പിന്നെ കോവിഡ് ടൈമിലൊക്കെ ഡ്യൂട്ടി ചെയ്ത് അവർക്ക് മെഡലൊക്കെ കിട്ടിയതാണ്.
കോവിഡിൽ ഞാൻ ഡ്യൂട്ടി ചെയ്തപ്പം ഭയങ്കര വിഷമമായിരുന്നു. PPE ഒക്കെ ഇട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എത്രയോ അവേഴ്സാണ് അവര് കണ്ണ് കാണത്തില്ല. 12 hours ഡ്യൂട്ടിയല്ലേ. രാവിലെ 6 മണിക്ക് കയറിയാൽ വൈകുന്നേരം 6 മണിയാകുമ്പോഴാണ് ഇറങ്ങുന്നത്. ഒരുപാടുണ്ട്. ഓരോരുത്തർ ശ്വാസം പോലും കിട്ടാതെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ നെഞ്ച് തകർന്നു പോകും. അതുപോലെ വിഷമിക്കുമായിരുന്നു കോവിഡ് ടൈമിൽ. ഒരു പുള്ളി മരിച്ച പുള്ളിയുടെ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട മഞ്ഞൾപ്പൊടിയും അത് മഞ്ഞപ്പൊടിയൊക്കെ ആ ബാഗിനകത്തിരിക്കുന്നത്. പുള്ളിക്ക് സംസാരിക്കാൻ പെട്ടെന്ന് പുള്ളി അങ്ങ് ഇടയ്ക്ക് ബോധം വരും പുള്ളി എന്ന്. അപ്പം ഞങ്ങൾ ആ ബാഗ് തുറന്ന് നോക്കിയപ്പം അതിനകത്ത് മഞ്ഞപ്പൊടി അത് ഇതൊക്കെ ഇരിപ്പുണ്ട് ആ പുള്ളിക്കാരനെ. അതായത് പണ്ടാരോ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരിടയ്ക്ക് പറയുമായിരുന്നല്ലോ, കോവിഡ് വന്നവരെല്ലാം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കലക്കി കുടിക്കണം എന്നുള്ളത്. അപ്പം പുള്ളിക്കാരനെ പിന്നെ ഞാൻ അറിയുന്ന ഒരു സ്റ്റാഫിനെ വിളിച്ചു, ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിയുടെ ഫാമിലിയെ കണക്ട് ചെയ്ത് ഒന്ന് സംസാരിപ്പിക്കണേന്ന്. കാരണം അവർക്ക് എന്തെങ്കിലും പറയാനോ പറ്റുന്നില്ല. നമ്മൾ ചിന്തിച്ചു ഇവർക്ക് ഫാമിലിയെ കാണേണ്ട ഇത് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്പർ വാങ്ങിച്ചു. എനിക്ക് വേറൊരു പുള്ളിക്കാരൻ നമ്മളറിയുന്ന ഒരു പുള്ളി നമ്പർ മിനിച്ചേച്ചി ഒന്ന് വിളിക്കാൻ പറ്റുമോ, ഏതെങ്കിലും സ്റ്റാഫുണ്ടോ. അങ്ങനെയാണ് ഞാൻ ആ വാർഡിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിനെ കണക്ട് ചെയ്തിട്ട് വീഡിയോ കോൾ വിളിച്ച് ഫാമിലിയായിട്ട് സംസാരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫാമിലി കാണാനും പറ്റി. പക്ഷെ പുള്ളിക്കാരൻ ലോകത്തോട് വിട പറഞ്ഞ്. എനിക്ക് തോന്നുന്നു ബഹ്റിനിലെ 3ാമത്തെ ഡെത്ത് കേസ് അന്ന് പറഞ്ഞത് പുള്ളിയുടെ ആയിരുന്നു. വല്ലാത്തൊരു വിഷമമായിരുന്നു ഞങ്ങൾക്ക്. കുറേ ദിവസത്തേക്ക് ഞങ്ങൾ സ്റ്റാഫെല്ലാം ഭയങ്കര വിഷമത്തിലായിരുന്നു. എനിക്കൊന്ന് ഈ കോവിഡ് വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഭൂമിയിലെ മാലാഖമാർ എന്ന ഒരു അംഗീകാരം എല്ലാ ജനങ്ങളും നഴ്സുമാർക്ക് എല്ലാവരും വീട്ടിലിരുന്ന സമയത്ത് നഴ്സുമാർക്ക് വീട്ടിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. തീർച്ചയായിട്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ വീട്ടിൽ വരുന്നത് റെയറായിട്ടായിരുന്നു. പ്രത്യേകിച്ച് മിനിസ്ട്രി ജോലി ചെയ്യുന്നവരും കോവിഡ് വാർഡിൽ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഡെർമറ്റോളജിയിലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എല്ലായിടത്തേക്കാളും കൂടുതൽ സ്ട്രിക്റ്റ് ആയിരുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റൽ. കാരണം സ്കിൻ ഡിസീസ് അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ് ആയിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ഞങ്ങൾ ലേസർ കാര്യങ്ങളൊക്കെ, അപ്പോൾ അത്രയും സേഫ്റ്റിയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഓരോ കാര്യത്തിനൊക്കെ. ഭയങ്കര ചെക്കിങ് അടച്ചിട്ടു. മിനിസ്ട്രിയുടെ ചെക്കിങ്, NHR എല്ലാം ഭയങ്കര ഇതായിരുന്നു. 2 weeks ഞങ്ങൾ ഹോസ്പിറ്റലിൽ അടച്ചിട്ടായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഏതായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നഴ്സസ് ഡേയുടെ സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ നഴ്സസ് ഡേയെക്കുറിച്ച് നമ്മളൊന്നും തന്നെ ഇതുവരെ സംസാരിച്ചില്ല. ഏതായാലും നിങ്ങൾ 3 പേരും നഴ്സസാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾ പഠിച്ചതും ഒക്കെ കുറച്ച് സംസാരിച്ചതിന് ശേഷം അതിലോട്ട് വരാമെന്ന് കരുതിയാണ്. എന്താണ് നഴ്സസ് ഡേ എന്ന് പറയുന്നത്? ഭൂമിയിലെ മാലാഖമാർക്ക് വേണ്ടി ഒരു ദിനം അല്ലേ? എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട്? ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായിട്ടാണ് നഴ്സസ് ഡേ നമ്മൾ കൊണ്ടാടുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് പറഞ്ഞ ഒരു നേഴ്സ് പാവങ്ങൾക്ക് വേണ്ടി, അതായത് രോഗികൾക്ക് വേണ്ടി ജീവിച്ച ഒരു നേഴ്സ്. മദർ തെരേസ സ്വാതന്ത്ര്യമായിട്ട് പ്രത്യേകിച്ച് ഈ പട്ടാള ക്യാമ്പിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിലാണ് ഈ ഫ്ലോറൻസ് നൈറ്റിംഗേൾ രാപകലില്ലാതെ ആ പട്ടാളക്കാരെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടുന്ന രാത്രിയിലൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞാലും ലൈറ്റും കത്തിച്ച് ഈ പട്ടാളക്കാരുടെ അടുത്തെല്ലാം പോയി ശുശ്രൂഷിക്കും. ഓവർ ഡ്യൂട്ടി ചെയ്യുമായിരുന്നു. വളരെ റിച്ച് ഫാമിലി ജനിച്ച ഒരു വ്യക്തിയാണ് ഈ ഫ്ലോറൻസ് നൈറ്റിംഗേൾ എന്ന് പറയുന്നത്. അവരുടെ ഫാമിലിക്കാർക്കും താല്പര്യമില്ല യാതൊരു ശുശ്രൂഷ രംഗത്തോട്ട് ഈ പുള്ളിക്കാരിയെ വിടാൻ. പക്ഷേ ഈ പുള്ളിക്കാരിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. അതൊരു ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനായിട്ടാണ്. മറ്റുള്ളവരെ സേവിക്കുക, സ്വാതന്ത്ര്യം കൊടുക്കുക, അവർക്ക് ഒരു കരുത്തൊരു എനർജി കൊടുക്കുക എന്നൊക്കെയുള്ളൊരു ഇതിൽ രാപകലില്ലാതെ കഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ ഒരു ജന്മദിനമാണ്. ഒരു വിളക്കുമായിട്ടാണ് അവരെ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്, ലൈറ്റ് പ്രകാശം പോലെ. അതാണ് നേഴ്സിങ്ങിൻ്റെ തന്നെ ആ സിമ്പിളായിട്ട് നമ്മൾ കൊടുക്കുന്നതും അത് തന്നെയാണ്. അപ്പം ആ ഒരു ധീര വനിതയുടെ ഓർമ്മയ്ക്കായിട്ട് ആ വനിതയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ നേഴ്സസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മളും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതെന്ന് വെച്ചാൽ നമ്മളും ലോകത്തിന് വേണ്ടി പ്രകാശിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, വെളിച്ചമാകുക, നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടായിരിക്കാം, രോഗികളുടെ അടുത്തൊക്കെ നമ്മൾ പുഞ്ചിരിച്ചോണ്ട് തന്നെ അവർക്ക് പകുതി അസുഖം മാറി കിട്ടും. സാമ്പത്തികമായിട്ട് നമുക്ക് എല്ലാവരെയും ഒന്നും സഹായിക്കാൻ പറ്റത്തില്ല, പക്ഷേ നമ്മുടെ ഒരു പുഞ്ചിരി മതിയായിരിക്കും, ചില സന്തോഷകരമായ ഒരു വാക്കായിരിക്കും. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് നൽകാൻ പറ്റുന്ന, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നൽകാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം.
ഞങ്ങൾ 3 പേര് നേഴ്സായപ്പോൾ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ട്. വേറെ കോഴ്സിനൊക്കെ വിട്ടുകൂടായിരുന്നോ, എന്തിനാ ഈ 3 പേരെ നേഴ്സിന് വിട്ടത്? അതായത് കുടുംബക്കാരൊക്കെ ഒത്തിരിയും പറഞ്ഞിട്ടുണ്ട്, എന്തിനാ വേറെ നേഴ്സായിട്ട് തന്നെ വേറെ വല്ല പ്രൊഫഷനും കൂടെ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. പക്ഷേ എൻ്റെ അപ്പനും അമ്മയും ഒറ്റ ഇതിൽ നിന്നു. എൻ്റെ മക്കളുടെ ആഗ്രഹം എന്താ, അവർക്ക് ഇതാണ് ഇഷ്ടമെങ്കിൽ ഇതിന് പോകട്ടെ. വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ അപ്പനും അമ്മയും ഞങ്ങളെ പഠിപ്പിച്ചത്. മമ്മി എന്ന് പറഞ്ഞാൽ മമ്മിക്ക് നേഴ്സിംഗ് ഫീൽഡ് ഇഷ്ടമായിരുന്നു, പക്ഷെ മമ്മിക്കത് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് മമ്മി ഞങ്ങളെ അത് പഠിപ്പിച്ചെടുത്തു. ഓക്കെ. പിന്നെ മമ്മി ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു, ടീച്ചറായിരുന്നു. അപ്പം ഞങ്ങളുടെ ഏരിയയിലുള്ള കുട്ടികളെല്ലാം മമ്മി ഓമന ടീച്ചർ എന്നാണ് വിളിക്കുന്നത്. ഇപ്പം ആ കുട്ടികളൊക്കെ ഇപ്പോൾ വളർന്ന് നല്ല പോലീസിൽ അഡ്വക്കേറ്റ്, ഡോക്ടേഴ്സ് ഒക്കെയുണ്ട്. ആ കുഞ്ഞുങ്ങളിപ്പോഴും ഞങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞങ്ങളൊക്കെ ഒരു ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മിക്ക് പെട്ടെന്ന് അസുഖമായിട്ട് കിടപ്പായി. അപ്പം അങ്ങനെ മമ്മി 2017 ജനുവരി 1-ാം തീയതി ഞങ്ങളോട് വിട പറഞ്ഞു പോയി. അത് വല്ലാത്തൊരു വിഷമമാണ് ഞങ്ങൾക്ക്. അല്ല, അന്ന് നിങ്ങളെ ഒരുപാട് പേര് വിമർശിച്ചു എന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥമുള്ളതായിട്ട് ആ വിമർശിച്ചവരെയൊക്കെ സഹായിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഒരു തരത്തിലല്ലെങ്കിൽ പലതരത്തിലും ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാക്കുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പണ്ടത്തേക്കാൾ സ്നേഹം ഞങ്ങളോട് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നഴ്സസിൻ്റെ ക്ഷേമത്തിനും അവരുടെ എന്താ പറയുക, അവരുടെ കഷ്ടപ്പാടുകൾക്കുമെല്ലാം ഒരു തീർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ഇവിടെ നിലകൊള്ളുന്നുണ്ട് അല്ലേ? ഇവിടെ മാത്രമല്ല, എന്ന് പറയുന്ന ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഉണ്ട് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ. ബെഹറിൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ബെഹറിലെ എല്ലാ നേഴ്സുമാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത്. ഇനി ഈ 12-ാം തീയതി നേഴ്സസ് ഡേ ആണല്ലോ, അതിന് ഞങ്ങൾ വലിയൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് 40 നേഴ്സുമാരെ ആദരിക്കുക ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്തത് 30 വർഷത്തിന് മേളിലുള്ള നേഴ്സുമാരെ, സേവനം ചെയ്ത നേഴ്സുമാരെ ആദരിക്കുകയായിരുന്നു. ഇപ്പം ഞങ്ങൾ 20 വർഷത്തിന് മേളിലുള്ള നേഴ്സുമാരെ ആദരിക്കുകയാണ് ഈ 12-ാം തീയതി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്കൊരു വലിയൊരു അസോസിയേഷനാണ് UNAയുടെ. ഞങ്ങളുടെ പ്രസിഡന്റിനെ അറിയാമല്ലോ, ജിബി ജോണ്, സെക്രട്ടറി അരുൺജിത്ത്. അങ്ങനെ ഞങ്ങൾ 22 ഞാൻ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അപ്പം ഞങ്ങൾ 22 പേരാണ് ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ളത്. ഇവരൊക്കെ നമ്മുടെ മെമ്പേഴ്സാണ്, UNAയിലെ മെമ്പർഷിപ്പ് എടുത്തവരാണ്. ഒത്തിരി കാര്യങ്ങൾ ബഹറിലെ ഒത്തിരി കാര്യങ്ങൾ ഈ ബെഹറിലെ ഒരുവിധം എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഒരുവിധം ഒരു കാര്യത്തിലല്ല വേറൊരു കാര്യത്തിൽ ഒരു നേഴ്സിനെ ഒരു ദിവസം വിളിക്കാതിരുന്നിട്ടില്ല. ഇതിനകത്ത് ഒരു പേഷ്യൻ്റെ കാര്യത്തിനായിരിക്കും, അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം, പേഷ്യൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചിരിക്കും. ഞങ്ങൾ അതേപോലെ അവരെ സഹായിക്കും. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ മാത്രമേ കേട്ടത്തോളൂ. എമർജൻസിയിലാണെങ്കിൽ ഇനി അകത്തൊക്കെ ബൈസ്റ്റാൻഡറെ അകത്ത് കയറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു നേഴ്സിനോട് ചോദിക്കുന്നത്, ഇങ്ങനെയുണ്ട്, എൻ്റെ ഒരു റിലേറ്റീവ് അവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഒന്ന് എൻക്വയറി ചെയ്യാമോ? ഉടനെ തന്നെ അന്വേഷിച്ചിട്ട് കൂട്ടുകാർ കണക്ഷനാണ്. ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ നേഴ്സുമാർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നേഴ്സുമാർക്ക് മാത്രമല്ല നമ്മൾ ഇങ്ങനെ സഹായങ്ങൾ ചെയ്യുന്നത്, കഷ്ടപ്പെടുന്ന എല്ലാവർക്കും, നേഴ്സുമാർക്ക് മാത്രമല്ല സഹായം ചെയ്യുന്നത്, ഹൗസ്മെയ്ഡ്, അങ്ങനെ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സംഘടന എന്ന് പറഞ്ഞാൽ നേഴ്സുമാർക്കൊരു ആവശ്യം വരുമ്പോൾ, ഇപ്പം ഇപ്പം പെട്ടെന്ന് എനിക്കൊരാപത്ത് വന്ന്, ഇപ്പം എനിക്കിപ്പം വയ്യായ്മ വന്നു, എനിക്ക് ഒട്ടും വയ്യ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി ഞാൻ കിടപ്പായി. അപ്പോൾ എന്നെ സഹായിക്കാൻ ഈ UNA എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ കാണും. കാരണം ഞാൻ അതിനകത്തൊരു മെമ്പറാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ UNAയിലെ മെമ്പർഷിപ്പിൽ എടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നഴ്സസ്, ജോലി നഷ്ടപ്പെട്ട് പോയ നഴ്സസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിനകത്ത് മെസ്സേജ് വിടും, ജോലി വേണ്ടവർക്ക് ജോലി മേടിച്ചു കൊടുക്കുന്നുണ്ട്. നാട്ടിലെ സാലറി പ്രോബ്ലംസ് ഒക്കെ ഒരുപാടുണ്ട്. നാട്ടിലെ ഡ്യൂട്ടി 12 hours 8 hours
സാലറിയൊക്കെ നാട്ടിൽ ഒരുപാട് കുറവുള്ള ഇതുണ്ട്. അങ്ങനെ UN ഇടപെട്ട് ആ സാലറിയൊക്കെ നമ്മൾ നാട്ടിൽ ഇവിടെ നമുക്ക് ഹോസ്പിറ്റലുമായിട്ട് കണക്ട്, കാരണം ഇവിടുത്തെ റൂൾ അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ, ഒരു രാജ്യത്തിൻ്റെ നീതി അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ നാട്ടിലൊക്കെ നമുക്ക് ഇടപെടാനും ഒക്കെ UN എന്ന് പറഞ്ഞൊരു സംഘടന ഇടപെട്ട് പലർക്കും ഇപ്പം സാലറിയൊക്കെ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ടല്ലോ ഓരോ ഹോസ്പിറ്റലുകളും. അതേപോലെ തന്നെ 12 മണിക്കൂർ ഡ്യൂട്ടി എന്നൊക്കെ ഉള്ളത് 8 മണിക്കൂർ ഡ്യൂട്ടിയാക്കി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ UN ഇടപെട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നഴ്സസിൻ്റെ ഇടയിലുള്ള കല, സർഗാത്മക കഴിവുകൾ അതിനെ വളർത്തിക്കൊണ്ടുവരുവാനും നിങ്ങൾ ഒത്തിരി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അധികം സമൂഹത്തിലോട്ട് ഇറങ്ങത്തില്ലായിരുന്നു, ഇപ്പം ജോലി, വീട് എന്നൊക്കെ. പക്ഷേ ഈ ഇടയായിട്ട് ഇവർ ഇപ്പം നേഴ്സ് അസോസിയേഷനിൽ ആഡായിട്ട് ഓരോ ഇപ്പം കല അങ്ങനെയൊക്കെയുള്ള കാര്യം, പാടാനായാലും ഡാൻസ് ചെയ്യാനായാലും ഇപ്പം നേഴ്സുമാരുടെ ഒരു കൂട്ടാൻ ഇറങ്ങുന്നുണ്ട്. അതിൽ വലിയ സന്തോഷം. അതുപോലെ ഇവിടുത്തെ ഈ ബഹ്റിൻ രാജാവും അതുപോലുള്ള നമുക്ക് അവർ തരുന്ന ഒരു സപ്പോർട്ടുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനും നമുക്ക് നമ്മുടെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യാനൊരു തടസ്സമില്ലാതെ അവരൊക്കെ നമ്മൾ ഒത്തിരി നല്ല മനസ്സ്, സ്വതന്ത്രമായിട്ട് എല്ലാ കാര്യങ്ങളും ജോലി ചെയ്യാനും. രാത്രി 12 മണിക്കും ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാൻ ഈ രാജ്യത്ത് സാധിക്കും. ആരെയും ഭയപ്പെടാം. ഈ രാജ്യത്തോട് നമുക്ക് വലിയ കടപ്പാടാണുള്ളത്. അതുകൊണ്ടാണ് 10-20 വർഷമായിട്ടും ഈ രാജ്യം എല്ലാവരും ചോദിക്കും യൂറോപ്യൻ കൺട്രിക്ക് കൂടെ സാലറി കൂടുതൽ കിട്ടത്തില്ല. അല്ല, ബഹ്റിനിൽ ജീവിക്കുന്ന ആൾക്കാർ ഞാൻ കുറെ പേരെ ഇന്റർവ്യൂ ചെയ്തപ്പോഴും എന്നോട് പറഞ്ഞു 40 വർഷം 30 വർഷമൊക്കെ ആയിട്ടുള്ള എന്താണ് നിങ്ങൾ ഇവിടെ തന്നെ ജീവിക്കുന്നത്? ഇവിടെ ജീവിക്കുന്ന ആ ഒരു സുഖം വേറൊരിടത്തും കിട്ടില്ല എന്നാണ് പറയുന്നത്. ഇല്ല, ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ പോയ കുട്ടികളായാലും ഒക്കെ പറയുന്നത് ഗൾഫ് കൺട്രീസ് ആണ് നല്ലതെന്നാണ് പറയുന്നത്. ഒരുപാട് പേര് തിരിച്ചതേപോലെ വന്നിട്ടുണ്ട്. ഒരു ഗൾഫ് കൺട്രി ജോലി ചെയ്യുന്ന പോലെ സുഖം വേറെ ഒരു രാജ്യത്തും കിട്ടത്തില്ല, യൂറോപ്യൻ കൺട്രീസിലും കിട്ടത്തില്ല. അതുപോലെ നിങ്ങൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഈ ബഹ്റിലുള്ള എല്ലാ സംഘടനകളിലും മിനി മാത്യു പണിക്കർ ഇല്ലാത്ത സംഘടനയില്ല. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ത്രീകൾ ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വളരെ വിരളമാണ്. ആ സമയം തൊട്ടേ നമ്മൾ കാണുന്ന ഒരു വനിതാ രത്നം അതാണ് മിനി മാത്യു എന്ന് പറയുന്നത്. ഇവിടുത്തെ പല വനിതകൾക്കും ഒരു മാതൃകയായിരുന്നു മിനി. എല്ലാവരും പറയും നമ്മുടെ മിനി ചേച്ചിയെ കണ്ട് ആ ഒരു മിനി ചേച്ചി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കണ്ട് സാമൂഹ്യ രംഗത്ത് കടന്നു വന്ന ഒത്തിരി പേരുണ്ട്. അത് ഒത്തിരി എനിക്ക് സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. പല കുട്ടികൾ ഇപ്പോഴത്തെ തലമുറ പറയും മിനി ചേച്ചിയെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. പെൺകുട്ടികൾ ലീഡറാക്കാൻ പറ്റിയ ഒരാളാണ്. പെൺകുട്ടികൾ എൻ്റെ മമ്മിയുടെ ഒരു വിൽ പവർ ഉണ്ട്. മമ്മി ഇലക്ഷനൊക്കെ നിന്ന വ്യക്തിയാണ്. മമ്മിക്ക് ഭയങ്കര കറേജാ. ആ ഒരു ഇത് ചേച്ചിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികൾ എന്നോട് പറയും മിനി ചേച്ചിയെ കണ്ടുപഠിക്കണം എന്നെല്ലാവരും പറയും എന്നൊക്കെ. ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ കളിയാക്കുക അല്ല, മിനി ചേച്ചി എല്ലാ സംഘടനയിലും പോകാനായാലും പ്രവർത്തിക്കാനായാലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. ആ കുട്ടികൾ അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ. ഏതെല്ലാം സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ? ഞാനിപ്പം വേൾഡ് മലയാളി ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. 165 രാജ്യത്തുള്ള ഒരു സംഘടനയാണ് അത്. ബഹ്റിനിലെ വേൾഡ് മലയാളി ഫെഡറേഷൻ ബഹ്റിൻ നാഷണൽ കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അപ്പം അതിനകത്ത് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ OICCയുടെ ലേഡി ഓവർസീസ് ഇതിൻ്റെ കോൺഗ്രസിൻ്റെ ലേഡീസ് വിങ് പ്രസിഡൻ്റാണ്. അങ്ങനെയാണ് ഞാനിപ്പം എല്ലാ സംഘടനയിലും ഉണ്ട്. എക്സ്കൗമിലൊക്കെ ഉണ്ട്. എല്ലാ സംഘടനയിലും ഒരുവിധം പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ ഒത്തിരിയും കൂട്ടുകാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ബഹ്റിനിൽ വന്നിട്ട്. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും എനിക്ക് കൂട്ടുകാരുണ്ട്. അത് നല്ല ആൾക്കാർ, നല്ല സമീപനം. ഇതുവരെ ഒരു ബാഡായിട്ടൊന്നും ആരും എന്നോട് ബിഹേവ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും സ്നേഹം മാത്രം. അതുപോലെ ഏതൊരു സംഘടനയിലായാലും അതിലേതെങ്കിലും ഒരു പ്രവർത്തനം, ഏതെങ്കിലും ഒരു നേതൃസ്ഥാനം മിനി ചേച്ചിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് മിനി ചേച്ചി ശ്രമിക്കാറുണ്ട് അല്ലേ? എനിക്കറിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഞാൻ ഉൾപ്പെടുന്ന പല സംഘടനകളിലും മിനി ചേച്ചി ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അതെ അത് അതിന് വേണ്ടിയിട്ട് എപ്പോഴും അതിന് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങി പ്രവർത്തിച്ച് അതെങ്ങനെയെങ്കിലും വിജയത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അല്ലേ? അതിനൊക്കെ ഉള്ളൊരു മനസ്സെങ്ങനെയാണ് കിട്ടിയത്?
പണ്ടേ ഉള്ള എൻ്റെ ഒരു ബിഹേവിയറാണ്. ഒരു കാര്യം ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കണം, ആത്മാർത്ഥമായിട്ട്. പിന്നെ എൻ്റെ ബാക്ക് സപ്പോർട്ടെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡും മക്കളുമാണ്. അപ്പോൾ അവരുടെ സപ്പോർട്ടില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എവിടെ പോകണമെങ്കിലും എനിക്ക് പെർമിഷൻ തരണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പെർമിഷൻ തന്നാലേ പോകാൻ പറ്റത്തുള്ളൂ. ഹസ്ബൻഡ് പെർമിഷൻ തരും, എന്നെ കൊണ്ടുപോകും. അപ്പം ഏത് കാര്യത്തിനാണെന്ന് വെച്ചാലും എന്നെ കൊണ്ടുപോയി എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് എന്നെ സഹായിക്കുകയും ചെയ്യും. എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും പിന്നെ സഹോദരിമാരും. എനിക്ക് ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ എടുത്തു പറഞ്ഞോട്ടെ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയന്മാരും ഫാമിലിയും എല്ലാവരും ഇവിടെ ഉണ്ട്. അതും നേഴ്സുമാരാണ്. ഒരാൾ ടീച്ചർ, ബാക്കി എല്ലാവരും നേഴ്സുമാരാണ്. ഹസ്ബൻഡിൻ്റെ കുടുംബം എല്ലാവരും ഇവിടെയുണ്ട്. ബഹ്റിനിലെ മലയാളി പ്രവാസികളുടെ ഇടയിൽ മിനി ചേച്ചി അറിയപ്പെടുന്നത് മലയാളി വനിതകളുടെ വനിതാരത്നം, അങ്ങനല്ലേ? അല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പേര് കിട്ടിയത് ബഹ്റിൻ മീഡിയ സിറ്റിയുടെ ഏതോ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഫ്രാൻസ് സാറാണെന്ന് തോന്നുന്നു. ഫ്രാൻസിസ് സാറാണ്. ഒരു പ്രാവശ്യം ഞാൻ ബഹ്റിൻ മീഡിയ സിറ്റിയുടെ ഓണാഘോഷ പരിപാടി കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു പ്രാവശ്യം പായസമേളയും ഓണപ്പുടവ മത്സരമൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട്. ഇപ്പം സമയക്കുറവ് കൊണ്ടാണ് ഞാനിപ്പോൾ അതിനകത്തൊന്നും ഇൻവോൾവ് ആകാത്തത്. അപ്പം അന്നേരം പിന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഓടി വരും കാര്യങ്ങൾ. അപ്പം ഇവിടെ അന്ന് ഒരു മീറ്റിങ്ങിന് എല്ലാ സാമൂഹ്യ പ്രവർത്തകരും ഇരിക്കുന്ന സമയത്താണ് ഇത് ബഹ്റിനിലെ വനിതാരത്നമാണെന്ന് പറഞ്ഞിട്ട് സാർ പറഞ്ഞു. എന്നെ മുതലെല്ലാവരും അങ്ങനെ ഒരു പേര് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പല വേദികളിലും മിനി ചേച്ചിയുടെ ഒരു പ്രൊഫൈല് പറയുന്ന സമയത്ത് ഈ വനിതാരത്നം അതിനകത്ത് ഞാൻ തന്നെ പല പ്രോഗ്രാമിലും ആങ്കർ ചെയ്യുന്ന സമയത്ത് മിനി ചേച്ചി സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വനിതാരത്നം എന്നുള്ള കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടാണ് വിളിക്കാറുള്ളത്. ഒത്തിരി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് 3 പേർക്കും കൂടി ചേർന്നുകൊണ്ട് ബഹ്റിനിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും സഹായിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി? സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു തുച്ഛമായ വലിയ എമൗണ്ടൊന്നും അല്ലെങ്കിലും അത് പുറത്ത് ആരോടും നമ്മളങ്ങനെ പറയാറില്ല, സഹായിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ. എൻ്റെ അമ്മേനെ ശുശ്രൂഷിച്ച ആൾക്കാരുണ്ട്, അവരെയൊക്കെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. നമുക്ക് അതൊന്നും മറന്നുകൂടാമല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മൾ നഴ്സുമാർക്ക് ഒരുപാട് അനുഭവ സമ്പത്തുള്ളവരാണ് അല്ലേ? നല്ലതും അതിലും ചീത്തയായിട്ടുള്ള ഉണ്ടാവുമല്ലോ. അത് ഏതൊരു ഫീൽഡിലായാലും ഉണ്ടാവും. നമ്മളിപ്പോൾ രോഗികളെയൊക്കെ ശുശ്രൂഷിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മളെ വിട്ട് പോകുന്ന ആ ഒരു സന്ദർഭം ഉണ്ടല്ലോ. ആ സമയത്ത് അവരിൽ നിന്ന് കിട്ടുന്ന കുറേ സന്തോഷമുള്ള കുറേ നിമിഷങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ബാഡായിട്ടുള്ളതുണ്ടാവും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന രീതിയിലുള്ള ഏതെങ്കിലും നിമിഷങ്ങൾ, എന്തെങ്കിലും ഇൻസിഡൻസ്? ബാഡായിട്ടുള്ളത് ഇതുവരെ ഇന്നുവരെ ആയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ഇത് പറയുക, ഒരു ഇൻസിഡൻറ്റ്. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രഗ്നൻറ്റ് ലേഡിയാണ്, ഒരു 5 മന്ത് ലേഡിയാണ്. അത് ബേണായിട്ട് വന്നു. ഞാൻ ബേൺ യൂണിറ്റിലാണ് അവിടെയും വർക്ക് ചെയ്തത് നാട്ടിൽ. ഞാൻ പഠിച്ചത് ഹോളി ക്രോസിലാണ്, മൈസൂർ. അപ്പം ആ ഫാമിലി ഇഷ്യൂ ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് അതിനെ തീ കൊളുത്തിയത് കർണാടകയിൽ. അങ്ങനെ വന്നിട്ട് അത് ഡെലിവറി ആയി. പ്രിമച്വർ ബേബീസ്, അത് ട്വിൻസായിരുന്നു. പ്രിമച്വർ ബേബീസായി. അത് 2 കുഞ്ഞുങ്ങളും മരിച്ചുപോയി. അത് കഴിഞ്ഞ് ആ പെണ്ണ് കുറേ നാൾ ഞങ്ങളുടെ അവിടെ അഡ്മിറ്റായിരുന്നു, ടേക്ക് കെയറൊക്കെ കൊടുത്തു. പക്ഷെ അതും ജീവിച്ചില്ല. അതും കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങളെ കിഡ്നി ട്രെയിൽ ആ കുഞ്ഞുങ്ങളെ 2നെയും കൂടെ ഇങ്ങനെ ആ ഡെലിവറി കൊണ്ടുവന്നപ്പം അത് കണ്ടപ്പം തന്നെ നമ്മുടെ മനസ്സ് തകർന്നു പോയി. 2 കുഞ്ഞ് കണ്ണുപോലും തുറക്കാത്ത 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് തന്നെ ബേണായിട്ട് ഫുൾ ബോഡി ബേണായിട്ട് വന്ന് നമ്മളത് ബാത്ത് കൊടുക്കുന്നതും ഡ്രസ്സിങ്ങൊക്കെ ചെയ്യുമ്പോഴൊക്കെ അവരുടെയൊക്കെ കരച്ചിലൊക്കെ കാണുമ്പം നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം. കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട് അങ്ങനെ വന്ന്. പിന്നെ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ബേൺ യൂണിറ്റിലാണ്. ഇപ്പം അങ്ങനെ പേഷ്യൻസ് ഒന്നും വരുന്നില്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് വരാതിരിക്കട്ടെ. സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇത് ഇങ്ങനെ നമ്മളെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരുപാടുണ്ട്. പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. ചില കുട്ടികളൊക്കെ ആണെങ്കിൽ പറയും ഞങ്ങൾ ഈ വാർഡിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു സ്നേഹവും കുഞ്ഞു മക്കള് നമ്മളെ തന്നെ നമ്മുടെ യൂണിഫോമിൽ വന്ന് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അതുപോലെ സൗദിയിൽ ജോലി ചെയ്തപ്പോൾ ഞാൻ സർജിക്കൽ വാർഡിലായിരുന്നു. അങ്ങനെ ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക്
ചിലപ്പോൾ സിസ്റ്റ് ആയിരിക്കാം, ട്യൂമർ ആയിരിക്കാം. അതൊക്കെ ഓപ്പറേഷൻ ചെയ്ത് അല്ലെങ്കിൽ ബയോപ്സി ചെയ്തെടുത്തിട്ട് ആ ഒരു റിസൾട്ടൊക്കെ വരുന്നൊരു സമയമുണ്ട്. അപ്പം ക്യാൻസറൊക്കെ ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റൊക്കെ ഒരു ഭയങ്കര ഒരു ടെൻസ്ഡ് ആയിരിക്കും. അപ്പോൾ റിസൾട്ട് പോസിറ്റീവാണ്, ക്യാൻസർ ആണെന്ന് അറിയുമ്പോഴത്തേക്ക് അവർ പേഷ്യൻ്റ് ഓൾറെഡി അങ്ങ് ഡിമ്മാവും, കൂടെയുള്ള റിലേറ്റീവ്സും ഡിമ്മാവും. അപ്പം നമുക്ക് അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാൻ അന്നേരം നമുക്ക് പറ്റും. നമുക്കിത് റിക്കവർ ചെയ്തെടുക്കാം, ഇത് ഫസ്റ്റ് സ്റ്റേജാണ്, ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവർക്ക് അറിയത്തില്ല. അവർ ക്യാൻസർ കേൾക്കുമ്പോഴേ അതിനെ ഭയപ്പെടുക ചെയ്യുന്നത്, മരിച്ചു പോകുന്നുള്ള ഒരു രോഗമായിട്ട് അവർ കാണും. അന്നത്തെ ഇപ്പം എത്ര വർഷങ്ങളായി, അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ ചിന്തിക്കുന്നൊരു സമയം, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറൊക്കെ. അപ്പം ഡോക്ടർ ഈ ട്യൂമറിൻ്റെ ഒക്കെ അളവനുസരിച്ചാണ് ചിലപ്പോൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്നൊക്കെ പറയുന്നൊരവസ്ഥ വരും ഫീമെയിൽസിനോട്. അപ്പോൾ പേഷ്യൻസൊക്കെ ഇങ്ങനെ ഒരുപാട് അങ്ങ് ഡെസ്പാവുന്ന സമയത്ത് നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ നമ്മൾ അവർക്കൊരു സപ്പോർട്ടൊക്കെ കൊടുക്കും. അങ്ങനെ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത പേഷ്യൻസിനെയൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവർ റിക്കവറി ആയിട്ട് കീമോയോ എല്ലാം എടുത്ത് വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചവർ ഒ പിയിലൊക്കെ വരുമ്പം ഞങ്ങളെ കാണാൻ വരിക, നേഴ്സുമാരെ കാണാനായിട്ട് വരുമ്പം ലഡുവും ചോക്ലേറ്റും ഒക്കെ കൊണ്ടാണ് വരുന്നത്. അപ്പം ഞങ്ങളെ തിരക്കി വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. എന്നിട്ട് അവർ പറയും, സിസ്റ്റർ തന്നൊരു മനോധൈര്യം കൊണ്ടാണ് ഞങ്ങളിപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നത്, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു സന്തോഷത്തോടെ ഒരു വരവുണ്ട്, ഞങ്ങളെ അന്വേഷിച്ചുകൊണ്ട് വരും. തീർച്ചയായിട്ടും ആ സമയത്ത് കിട്ടുന്ന ആ ഒരു അവരുടെ ഒരു പ്രാർത്ഥന തീർച്ചയായിട്ടും അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ജീവിതത്തിൽ. അവർക്ക് ഒപ്പി വന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് പോകാവുന്നേ ഉള്ളൂ. പക്ഷെ അവർ ഞങ്ങളെ തിരക്കി ഞങ്ങളുടെ വാർഡിൽ 3rd ആണെങ്കിലും 4th തീർച്ചയായിട്ടും. അതുപോലെ ഒരുപാട് പേഷ്യൻസിന് കൊളാപ്സ് ആയിട്ട് ഞങ്ങൾ CPR കൊടുത്തിട്ടുണ്ട്. പിന്നെ പോസ്റ്റ് ഓഫ് പേഷ്യൻസ് സർജറി കഴിഞ്ഞിട്ട് വന്നിട്ട് DVT അടിച്ചിട്ടുണ്ട്, അതായത് ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറഞ്ഞൊരു അസുഖം അടിച്ചിട്ടുണ്ട്. പേഷ്യൻ്റ് മരണത്തിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സും ഉണ്ട് നമ്മുടെ കൂടെ സഹായത്തിന്. എന്നാലും നേഴ്സുമാരുടെ റോളെന്ന് വെച്ചാൽ ഭയങ്കര ഒരു നമുക്ക് അന്നേരം ഓൺ ദ സ്പോട്ട് നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ ഇച്ചിരി ഡിലേ ആയി പോയി കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഓൺ ഡെത്താണ്. അപ്പം നമ്മളത് അറിഞ്ഞ് പ്രവർത്തിക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് പേഷ്യൻ്റ് അങ്ങനെ റിക്കവറി ആയി വന്നിട്ടുണ്ട്. നേഴ്സുമാരെയൊക്കെ കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ഡോക്ടേഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അനുഭവ സംഭവത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കാനുണ്ടാവും. ഒരുപാട് ഓർമ്മകളാണ്, ഒരുപാട് എന്താ പറയുക പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുണ്ടാവും അല്ലേ? അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ പ്രാർത്ഥനകളാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല ജീവിതത്തിൽ. എക്സാമ്പിൾ ഞാൻ ഒന്ന് പറയാം, എനിക്ക് അറിയത്തില്ല എൻ്റെ ചിന്താഗതിയാണോ എന്നറിയത്തില്ല. 2018 എനിക്ക് പെട്ടെന്ന് തൊണ്ടയ്ക്കൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഞാനിങ്ങനെ കൂടുതലങ്ങ് സംസാരിക്കുമായിരുന്നു ഇല്ല. എൻ്റെ സ്കൂളിലെ ഒരു പ്രോഗ്രാമിന് ഞാൻ മൈക്കെടുത്ത് വെച്ച് ഒച്ചത്തിലൊക്കെ വർത്താൻ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ മൈക്കിലൂടെയൊക്കെ നമ്മളിങ്ങനെ പറയും. അന്നൊക്കെ ഈ ആക്റ്റീവായിട്ട് ഇങ്ങനെ സോഷ്യൽ വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ അന്നേരം ഇങ്ങനെ സംസാരിക്കുന്ന അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാനൊന്ന് ചുമച്ചപ്പോഴത്തേക്ക് എനിക്ക് തൊണ്ടയ്ക്ക് എന്തോ അസ്വസ്ഥത പോലെ തോന്നി. എന്നിട്ട് ഞാൻ പിറ്റേന്ന് ഡ്യൂട്ടിക്ക് പോയി. അന്നേരം ഇവരെന്നോട് എൻ്റെ കൂടെ ജോലി ചെയ്യുകയാണല്ലോ എൻ്റെ സിസ്റ്റർ, ഇവർ പറയുന്നുണ്ട് എന്തോ ഒരു വീക്കം ഉണ്ടല്ലോ തൊണ്ടയ്ക്കെന്ന്. പിന്നെ ഞാൻ ഉടനെ ഞങ്ങളുടെ മമ്മിക്ക് സെയിം പ്രോബ്ലം, തൈറോയിഡിൽ ആയിരുന്നു, ട്യൂമർ ആയിരുന്നു. അത് കാരണം എനിക്കൊരു പേടിയുണ്ട് തൈറോയിഡിൻ്റെ പ്രശ്നം വല്ലതും ആണോ. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഷിഫയിൽ പോയി സ്കാൻ ചെയ്തപ്പം പറഞ്ഞു ഒരു ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ആൻറ്റിബയോട്ടിക് തന്നു. എന്നിട്ട് കുറയുന്നില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡോട് പറഞ്ഞു എനിക്ക് നാട്ടിൽ പോകണം. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ നാട്ടിൽ പോയി എന്തോന്ന് വെച്ചാൽ നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് നാട്ടിൽ പോയി. അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഗ്രോത്ത് ഉള്ളിലോട്ട് ആയിട്ട് എൻ്റെ ലങ്സ് ശ്വാസകോശത്തിനെയൊക്കെ അങ്ങ് ഈ വേരുകൾ, അതായത് തൈറോയിഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞ് അത് വലിയൊരു മാസമായിരുന്നു. പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞ് നിങ്ങളിത് എങ്ങനെ കണ്ടുപിടിച്ചു? അതായത് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് ദൈവം നമുക്ക് തരുന്ന മറുപടി ആയിരിക്കും ഇത്. അതാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് കണ്ടുപിടിക്കാനും പറ്റി. ഡോക്ടേഴ്സ് പറഞ്ഞു ഇതെങ്ങനെ കണ്ടുപിടിച്ചു നിങ്ങൾ എന്ന്. കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ അറിയാമല്ലോ എൻ്റെ സൗണ്ടും പോവും എല്ലാം പോകുന്ന ഡോക്ടർ പറഞ്ഞ് സൈൻ ചെയ്തിട്ടാണ്. എൻ്റെ വീട്ടുകാർ മുഴുവൻ 6 മണിക്കൂറാണ് കൊല്ലം മെഡിസിറ്റിയിലാണ്
ഇത് ചെയ്തത്, സർജറി ചെയ്തത്. 6 മണിക്കൂറാണ് എൻ്റെ സർജറി. എൻ്റെ മമ്മിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് എൻ്റെ പപ്പയും എൻ്റെ വീട്ടുകാരും ഒക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. അങ്ങനെ പിന്നെ ദൈവം അനുഗ്രഹിച്ച ഒരു കുഴപ്പമില്ല. സൗണ്ടൊക്കെ പോകുന്നൊക്കെ ഡോക്ടേഴ്സ് എഴുതി. പാരാതൈറോയിഡും എടുത്തു. എൻ്റെ തൈറോയിഡ് ഫുൾ അങ്ങ് എടുത്തു. കാരണം അത്രയ്ക്ക് അങ്ങ് ഗ്രോത്ത് ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ കുറ്റമല്ല, അതങ്ങനെ എടുക്കണമായിരുന്നു. എടുത്തതുകൊണ്ട് ഞാൻ ഇത് ആരോഗ്യമായിട്ട് ഇപ്പോൾ ഇരിക്കുന്നു. ബയോപ്സിക്ക് വിട്ടു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, താങ്ക് ഗോഡ്. അപ്പോൾ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ, കലാപരമായിട്ടുള്ള എന്തെങ്കിലും? എല്ലാ കാര്യത്തിനും ഞങ്ങൾ കൂടും. ഇപ്പം കൂട്ടുകാരൊക്കെ പാടുന്നവരുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ കൂടും. ഓണപ്പാട്ടായാലും ക്രിസ്മസിനായാലും ഈദിനായാലും എല്ലാത്തിനും ഞങ്ങൾ കൂടും. അതല്ലാതെ വലിയ ആക്ടിവിറ്റി ഒന്നുമില്ല. ജീവിതത്തിൽ വേറെന്തെങ്കിലും അച്ചീവ്മെന്റ്? ജീവിതത്തിൽ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം തന്നെ അച്ചീവ്മെൻ്റാണ്. ദൈവം തന്ന ഒരു ദാനമാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞത്. പിന്നെ ആരോഗ്യമായിട്ട് മുന്നോട്ട് പോവുക, അതാണ് ഏറ്റവും വലിയത്. കൂടുതൽ സമ്പാദ്യമോ ഒന്നും വേണ്ട. ആരോഗ്യമുള്ളൊരു ശരീരവും സന്തോഷകരമായിട്ടുള്ള ജീവിതവും, അത് മാത്രം മതി. എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കട്ടെ. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ചേച്ചി പറഞ്ഞത് തന്നെ. സന്തോഷകരമായ കുടുംബജീവിതവും ആരോഗ്യപാടുമുള്ള എല്ലാ നഴ്സുമാർക്കും ഈ നഴ്സസ് ദിനത്തിൽ ഞങ്ങളുടെ 3 പേരുടെയും വക. നേഴ്സിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നല്ല മനസ്സിന് സന്തോഷം തരുന്ന, മറ്റുള്ളവരെ സേവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫീൽഡാണ് നേഴ്സിംഗ് ഫീൽഡ്. അതുപോലെ സ്ട്രഗിളും ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ സന്തോഷത്തോടെ ഈ നഴ്സസ് ഡേ ഈ ഒരു സമയത്ത് പുതിയ തലമുറയിലുള്ള, അതായത് നഴ്സിങ്ങിന് പുതുതായിട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് 3 പേരുടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ്? എപ്പോഴും ഹോണസ്റ്റായിട്ട് വർക്ക് ചെയ്യുക. നമ്മളെ പഠിപ്പിച്ച ഫ്ലോറൻസ് നൈറ്റിംഗേൽ പഠിപ്പിച്ചതുപോലെ ഏത് സാഹചര്യത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. പിന്നെ നമ്മളെപ്പോഴും ഒരു പേഷ്യൻസിന് സ്വാതന്ത്ര്യമായിരിക്കണം. നമ്മളെപ്പോഴും സീരിയസ് ആയിട്ടുള്ളൊരു മുഖം കൊണ്ടല്ല നമ്മൾ പേഷ്യൻസിന് അടുത്ത് പോകേണ്ടത്. എപ്പോഴും പുഞ്ചിരി തോന്നുന്ന ഒരു ഫേസുമായിട്ട് പോകണം. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും ആരിൽ നിന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്. എപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി നമ്മുടെ ഒരു അമ്മയാണ്, അല്ലെ നമ്മുടെ അപ്പനാണ്, അല്ലെ നമ്മുടെ കുഞ്ഞാണ്, അല്ലെ നമ്മുടെ സഹോദരനാണ്, സഹോദരിയാണ്, ആ ഒരു രീതിയിൽ വേണം ഏത് പേഷ്യന്റിനെയും നമ്മൾ. എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു, വീട്ടിൽ കാണിക്കുന്ന റൂഡ്നെസ് ഒന്നും പേഷ്യൻസിൻ്റെ അടുത്ത് പോയി കാണിക്കരുതെന്ന്. സത്യമല്ലേ? നമ്മൾ പേഷ്യൻസ് നമ്മുടെ റൂട്ട്നെസ്, നമ്മുടെ ഫാമിലി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷെ നമ്മളതൊന്നും പുറത്ത് കാണിക്കാതെ പേഷ്യൻസിനോട് എപ്പോഴും നമ്മളൊരു ചിരിയോടുകൂടി പുഞ്ചിരിയോടുകൂടി വേണം സമീപിക്കാൻ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണും. പേഷ്യൻസിനായാലും അവർ നമ്മളോട് ദേഷ്യപ്പെട്ടായിരിക്കും പെരുമാറുന്നത്. പക്ഷെ നമ്മുടെ പെരുമാറ്റം ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിരിക്കരുത്. പണ്ട് സ്കൂളിൽ ടീച്ചർമാരെ വന്നിട്ട് രാവിലെ വന്നിട്ട് ഭയങ്കര ദേഷ്യത്തിലൊന്ന് ചോദ്യമൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും വരിയിട്ട് അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ആ വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നതാണ്. അതേപോലെ നമ്മുടെ മനസ്സിലും ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും നേഴ്സുമാരുടെ വീടുകളിലൊക്കെ ടെൻഷനുള്ള ജീവിതമായിരിക്കും. അല്ലേ? മനുഷ്യരല്ലേ? കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകുന്നു, ജോലിഭാരം, വീട്ടില് ജോലി ചെയ്തിട്ട് വേണം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകാന്. ഒത്തിരി സഫർ ചെയ്യുന്ന ഒരു കൂട്ടമാണ് നമ്മുടെ നേഴ്സുമാരെന്ന് പറയുന്നത്. അതെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയാണ് അവരെല്ലാം നിൽക്കുന്നത്. അത് തന്നെയാണ് പേഷ്യൻസിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിന് പ്രകാശം കൊടുക്കാനായിട്ട് പറ്റുന്നല്ലോ, അതാണ് ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്. നമുക്കൊരു ചെലവുമില്ല, ഒരു ചിരി കൊടുക്കുന്നതിന് നമ്മളൊന്നും പോകുന്നില്ല. അതായത് ഇപ്പോഴത്തെ ഈ പുതിയ ഒരു തലമുറ ഒന്ന് ചിരിക്കാൻ പോലും പരസ്പരം മുഖത്ത് നോക്കാൻ സമയമില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് നടക്കുന്ന തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ കുഞ്ഞുങ്ങളെ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഫീൽഡിൽ ഇറക്കി വിടുക. കുഞ്ഞുങ്ങളെ മറ്റുള്ള താഴ്ന്നവരിലേക്ക് നോക്കാനായിട്ട്, ഉയരങ്ങളിലേക്കല്ല താഴ്ന്നവരിലേക്ക് നോക്കാനായിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടിട്ട് കുഞ്ഞുങ്ങളെ സ്വാതന്ത്ര്യം എന്താണെന്നും പഠിപ്പിച്ചു വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നമ്മുടെ സമൂഹം മാറുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൽ സഹായിക്കാനുള്ള ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ നമ്മളൊരു പേഷ്യന്റിനെ കാണാൻ പോകുമ്പോൾ കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുപോകണം. കുഞ്ഞുങ്ങൾ കാണണം അതെന്താണ്.
ഹോസ്പിറ്റലിലെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ബന്ധുക്കളെ നമ്മൾ കാണാൻ പോകുമ്പം നമ്മുടെ കുട്ടികളെയും കൂടെ കൊണ്ടുപോകണം സുഖമില്ലാത്തവരെ കാണാൻ പോകുമ്പോൾ. അപ്പോൾ കുഞ്ഞുങ്ങൾ കാണണം അത്, അവരെ എങ്ങനെ ശുശ്രൂഷിക്കുന്നു, അവരോടുള്ള സ്നേഹ സമീപനം. പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങോട്ട് വീടിന് പുറത്തിറങ്ങാനേ ഒരു മടിക്കുന്ന ഒരു കാലം. അമ്മയും മക്കളും തമ്മിൽ സംസാരിക്കുന്നത് തന്നെ വളരെ എല്ലാവരും മൊബൈലിന്റെ ലോകത്താണ്. അതെ അതെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റൂമിനകത്തിരിക്കുന്ന കുട്ടിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടായിരിക്കും ഫുഡ് കഴിക്കാൻ വാ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പുതിയ തലമുറ ആ ഒരു രീതിയിലേക്ക് വൃദ്ധസദനങ്ങള് ഒക്കെ കൂടി വരുവാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും. അപ്പം എൻ്റെ മനസ്സിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാനത് എപ്പോഴും വീട്ടിലൊക്കെ പറയുമായിരുന്നു, നമുക്കൊരു ഓൾഡ് ഏജ് ഹോം തുടങ്ങണമെന്ന്. അന്നേരം അത് നേഴ്സുമാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നാട്ടിൽ ചെന്നിട്ട് നേഴ്സസിൻ്റെ ഒക്കെ ഒരു ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരെണ്ണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ വാർദ്ധക്യമായവരെ നോക്കാൻ ആരുമില്ല. മക്കളൊക്കെ എല്ലാവരും പുറത്തും ഒക്കെ ഔട്ട് സൈഡിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. എക്സാമ്പിൾ ഞങ്ങളുടെ ഫാദറും ഒറ്റയ്ക്കാണ്, വീട്ടിൽ നോക്കാനായിട്ട് രണ്ടുപേരെ നിർത്തിയേക്കുക. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ പോകുന്നുണ്ട്, 3 മാസം 6 മാസം കൂടുമ്പോൾ ഞങ്ങൾ ജോലി ചെയ്യണ്ടേ, അത് കാരണം നമുക്ക് ഇവിടെ നിന്നല്ലേ പറ്റത്തുള്ളൂ. ഇവിടെ കൊണ്ടുവന്നാലും പേരൻ്റെ പപ്പ നിൽക്കത്തില്ല. ഒരു പ്രാവശ്യം കൊണ്ടുവന്നതാ പപ്പയ്ക്ക്, ഇവിടെ വന്നാൽ ഒരിക്കലും നിൽക്കത്തില്ല. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അവരുടെ ജീവിതം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത്. ഈ ഒരു നഴ്സസ് ഡേയിൽ നിങ്ങളെ 3 പേരെയും എന്ന പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ കുറേ അനുഭവ കഥകൾ, നിങ്ങളുടെ എക്സ്പീരിയൻസുകളൊക്കെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുള്ള സന്തോഷം. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവ് ആണ് നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഫാമിലീസാണ് വരുന്നത്. ഇന്ന് ഒരു ഫാമിലിയിലുള്ള 3 സഹോദരിമാർ നമ്മളോടൊപ്പം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനൊരു ഫാമിലിയും നിങ്ങളുടെ ഈ പ്രൊഫഷനും ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഈ അവസരം ഞങ്ങൾക്ക് തന്ന BMCക്കും രാജേഷിനും BMCയിലെ എല്ലാ ആൾക്കാർക്കും ഞങ്ങളുടെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും. താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവിൻ്റെ ഈ നഴ്സസ് ഡേ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും ഞാൻ രാജേഷ് പെരുങ്കുഴി സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.